ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നു വിശ്വസിക്കുന്നു. ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പൊ ഞാൻ ഇന്ന് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു പോകാം. ഓക്കെ. പിന്നെ ഇന്നലെ ഒൻവേർഡൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പഠിച്ചു തുടങ്ങി. ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു അല്ലേ? ഹോൾ ടിക്കറ്റ് വന്നില്ലേ കുട്ടികളെ? വന്നു. ഓക്കെ. അപ്പൊ നമുക്ക് പോവാം. ഞാൻ കുറെ ക്വസ്റ്റ്യൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും പറഞ്ഞു പോണമേ. കുറെയൊക്കെ ബോധനശാസ്ത്രത്തിൻ്റെതാണ്. അതൊക്കെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയും. ബാക്കിയെല്ലാം നമ്മൾ ശൈലികളും മറ്റുള്ള ഗ്രാമർ പോർഷനിൽ നിന്നുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് പറയാൻ ശ്രമിക്കൂ. കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പരിഗണിക്കുന്നതിന് ഏറ്റവും യോജിച്ച സമീപനം ഏതാണ് കുട്ടികളെ? കാഴ്ച പരിമിതി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും യോജിച്ച സമീപനം. ആശയ അവതരണത്തിന് അധ്യാപിക മാഗ്നിഫയറുകൾ ഉപയോഗിക്കുക, ആകർഷണമായ ചിത്രങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക, ഓരോ വാക്കും പലവട്ടം ആവർത്തിച്ചെഴുതുക, പഠനത്തിൽ മറ്റ് ഇന്ദ്രിയങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. ഏതായിരിക്കും കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക്? ഓപ്ഷൻ ഡി. അതായത് കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ട് മറ്റ് ഇന്ദ്രിയങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. ഓപ്ഷൻ ഡി. എല്ലാവരും ക്വസ്റ്റ്യൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ വ്യവഹാരവാദം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ പെടാത്തത് ഏത്? വ്യവഹാരവാദമാണ്. കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമാണ്. പഠനം രേഖീയ പ്രക്രിയയാണ്. ബാഹ്യ പ്രേരണകളാണ് പഠനത്തിലേക്ക് നയിക്കുന്നത്. അനുഭവങ്ങളിലൂടെയാണ് അറിവ് സൃഷ്ടിക്കപ്പെടുന്നത്. ഏതാണ് കുട്ടികളെ കറക്റ്റ് ആൻസർ? അനുഭവങ്ങളിലൂടെയാണ് അറിവ് സൃഷ്ടിക്കപ്പെടുന്നത്. വരുന്നതാണ് കോഗ്നിറ്റീവിസത്തിൽ വരുന്നത്. ഇന്നലെ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലേ? ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതലായിരിക്കും. ഞാൻ വേറെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ആക്ച്വലി വന്നത്. ഇനി പൂജക ബഹുവചനം സൂചിപ്പിക്കുന്ന പദം. ഇത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിലേതാണ്? വൈദ്യരാണോ, അധ്യാപകരാണോ, ദേവന്മാരാണോ, അമ്മമാരാണോ? വൈദ്യർ. ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പൂജക ബഹുവചനം പഠിപ്പിച്ചു. സല്ലിംഗ ബഹുവചനം, അല്ലിംഗ ബഹുവചനം, ഏകവചനം കൃത്യമായിട്ട് പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എന്റെ വിശ്വാസം. പഠിച്ചല്ലോ അല്ലേ നമ്മള്? ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയുമായിരിക്കും. കാര്യം കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു. ബഹുവചനായിട്ട് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ കേൾക്കുമ്പോ ബഹുവചനമായിട്ട് തോന്നാം, പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ബഹുവചനം അല്ല, ഏകവചനമാണ്. പിന്നെ പൂജിതമായിട്ട് നമ്മൾ ഈ വേർഡുകൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൂജിക്കുന്നവർ. കാര്യം നമ്മളെ ജോത്സ്യർ അല്ലേ, പത്രാധിപറൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. പിന്നെ എന്താ പറയുന്നത്, പത്രാധിപർ, ജോത്സ്യർ, മാരാർ എന്നൊക്കെ പറയുമ്പോൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഓക്കെ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞത്. ആ ക്ലാസ് ഒന്ന് വ്യക്തമായിട്ട് കണ്ടുപോകുക. പിന്നെ ഒരുപാട് പ്രാവശ്യം ഈ പൂജക ബഹുവചനം ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തന്നെ പോവുക. പിന്നെ അധ്യാപകനും ദേവന്മാരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ പ്രധാനമായിട്ടും കുട്ടികളെ ആ 4 ഓപ്ഷനിലേക്ക് കൃത്യമായിട്ടൊന്ന് നോക്കുക. നോക്കുമ്പോൾ അധ്യാപികയാണ് അധ്യാപകരായത് അല്ലെ? അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ദേവന്മാർ എന്ന് പറയുമ്പോൾ ഒത്തിരി പേരുണ്ട്, ബഹുവചനമാണ് അതെല്ലാം. അമ്മമാർ, വൈദ്യർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പൂജിതമായിട്ടുള്ള ഒരു പദം കൂടിയാണ്, പക്ഷെ അത് ഏകവചനമാണ്. ഒളിഞ്ഞിരിക്കുന്ന കാര്യം ഏകവചനം. ഇനി ആചാര അനുഷ്ഠാനങ്ങൾ എന്ന സമസ്ത പദം വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ഘടകപദങ്ങൾ ഏതെല്ലാമാണ്? ശ്രദ്ധിക്കണം. ആചാര അനുഷ്ഠാനങ്ങൾ എന്ന സമസ്ത പദം വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ഘടകപദങ്ങൾ ഏതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ആചാരത്തോടുള്ള അനുഷ്ഠാനം, ആചാരത്തിലെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളുടെ അനുഷ്ഠാനം. വെരി ഗുഡ്. എല്ലാരും പറഞ്ഞതാണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പറഞ്ഞായിരുന്നു എല്ലാരും? ഹലോ കുട്ടികളെ, പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാണ്. ശ്രദ്ധിക്കുക. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന വരികൾ ആരുടേതാണ്? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന വരികൾ ആരുടേതാണ്? വയലാർ, ഇടശ്ശേരി, കുമാരനാശാൻ, ചങ്ങമ്പുഴ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും
ഒരുപോലെ ഇതുപോലെയുള്ള വരികള് ഡിസ്കസ് ചെയ്ത് പോയി. ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ആരായിരിക്കും കുട്ടികളെ? അറിഞ്ഞുകൂടാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 4 ഓപ്ഷൻ ഇന്ന് 2 പേരെ എടുത്തും കളയുക. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കവിത പാടാൻ ചാൻസ് ഇല്ലാത്തവരെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന 2 പേര്. വയലാറും കുമാരനാശാനും. വയലാർ എന്തായാലും പാടാൻ ചാൻസ് ഇല്ല. കുമാരനാശാൻ വെരി ഗുഡ് വെരി ഗുഡ്. അവർ 2 പേരെ എടുത്ത് കളഞ്ഞോളൂ. ഇനി 2 പേര് വരുന്ന ഇടശ്ശേരിയാണോ ചങ്ങമ്പുഴയാണോ? ഇടശ്ശേരി അല്ല, ചങ്ങമ്പുഴയാണ് കറക്റ്റ് ആൻസർ. എങ്കിലും അതിനോടൊപ്പം അനുബന്ധിച്ച് വന്നു, നിങ്ങൾ തെറ്റില്ല, ഏകദേശം വന്നു. ഇപ്പൊ കുറച്ചൊക്കെ ഇത് എനിക്ക് കുറെ പറഞ്ഞു തരാൻ പറ്റത്തില്ല കുട്ടികളെ. കാര്യം എന്ന് വെച്ചാൽ ഏത് വരും നമുക്കൊരു പ്രെഡിക്റ്റബിൾ അല്ല. എങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാല് ഈ നമ്മൾ ഈ പറയുന്ന പ്രാചീന കവിത്രയങ്ങളെക്കാളും ആധുനിക കവിത്രയങ്ങളുടെ ഇടയിൽ നിന്ന് വരാൻ ചാൻസുകൾ കൂടുതലാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്ന വളരെ നന്നായിരിക്കും. ഇനി ഇടശ്ശേരിയുടെ കവിതകൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഇടശ്ശേരിയുടെയും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പിന്നെ എന്താ പറയുന്നത്, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു ചെറിയ വരി പറഞ്ഞായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ചില കവിതകളായിരിക്കും വരുന്നത്. ഇത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. എങ്കിലും പ്രീവിയസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ വരും, നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരും. പറഞ്ഞ മനസ്സിലായെന്നുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾ കഴിയുന്നിടത്തോളം ഒന്ന് നോക്കിയിട്ട് പോകുന്നത് വളരെ നന്നായി. ഞാൻ പരമാവധി കൊണ്ടുവന്നിട്ടുണ്ട് വന്ന ഭാഗങ്ങളൊക്കെ തന്നെ. അടുത്തത്, ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം എന്താണ്? ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ. കേട്ടെഴുത്തല്ല, എഡിറ്റിംഗ് ആണ്. കുട്ടികളെ, ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റ് തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗമാണ് ചോദിച്ചത്. സൃഷ്ടിപരമായ മാർഗം എന്ന് പറയുമ്പോ കേട്ടെഴുത്താണോ? അല്ല, ഒരിക്കലും കേട്ടെഴുത്താവാൻ ചാൻസ് ഇല്ല. എന്തായിരിക്കും? എഡിറ്റിംഗ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ? അതാണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും നോക്കൂ കുട്ടികളെ. പഠനത്തെ സജീവ പ്രക്രിയയായും അറിവിന്റെ നിർമ്മാണമായും വീക്ഷിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം എന്താണ് കുട്ടികളെ? പഠനത്തെ ഒരു സജീവ പ്രക്രിയയായിട്ട് കാണുന്ന ഏതാണ് കുട്ടികളെ? പറയൂ. ഘടനാവാദം, ഘടനാവാദം, ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം, ഓപ്ഷൻ ഡി ജ്ഞാന നിർമ്മിതിവാദം. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത നമ്മൾ പോവാണ്. ആശയ സ്വീകരണത്തിന് കുട്ടി പ്രയോജനപ്പെടുത്തുന്ന ഭാഷാശേഷി ഏതാണ്? ആശയ സ്വീകരണത്തിന്, ആശയം കോൺസെപ്റ്റിനെ സ്വീകരിക്കുന്നതിന് കുട്ടി പ്രയോജനപ്പെടുത്തുന്ന ഭാഷാശേഷി. ഏത് ഭാഷാശേഷിയിലൂടെ ഈ കോൺസെപ്റ്റിനെ അക്വയർ ചെയ്തെടുക്കാൻ കഴിയും? അതാണ് വിമർശനം, ലേഖനം, ശ്രവണം. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തമായിട്ടൊന്ന് പറയാൻ ശ്രമിക്കൂ. അളമുട്ടിയാൽ ചേരയും കടിക്കും. ഈ വാക്യത്തിൽ അളമുട്ടുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നു ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. അളമുട്ടിയാൽ ചേരയും കടിക്കും. വഴി തടയുക, ഗത്യന്തരമില്ലാതാകുക. നമ്മള് മിക്കവാറൊക്കെ വീട്ടുകാർ നിങ്ങളൊക്കെ പറയാറുണ്ടല്ലേ, ചില മുത്തശ്ശിമാര്, അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ളത്. ഗത്യന്തരമില്ലാതായി പോയാൽ നമ്മളങ്ങ് ചെയ്യും. എന്നുവെച്ചാൽ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, കാര്യം അത്രയും സഹിച്ച് നിൽക്കുമ്പോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തിരിച്ചടിച്ചു പോകും. അത്രേ വരുന്നുള്ളൂ. അതാണ് അളമുട്ടുക. ഓക്കെ, ചിലപ്പോ അവര് ആശയമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ചോദിക്കും കേട്ടോ കുട്ടികളെ. ഇത് ഇങ്ങനെ ഡയറക്റ്റ് ഇപ്പൊ ഞാൻ വേറെ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നുണ്ട്, അതില് നിങ്ങൾ ആ സാഹചര്യം അനുസരിച്ചും ചോദിക്കാറുണ്ട്. എങ്ങനെ പറയാം, ഇത് നമുക്ക് എവിടെ പ്രയോജനപ്പെടുത്താം നിത്യജീവിതത്തിൽ, അങ്ങനെയും ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വികാര വിരോചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു. വികാര വിരോചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകൻ ആര്? പ്ലേറ്റോ, ക്ലിറ്റസ്, അരിസ്റ്റോട്ടിൽ, വില്യം ഷേക്സ്പിയർ. ആരാണ് കുട്ടികളെ എങ്ങനെ പറഞ്ഞത്? ക്ലീറ്റസ് ആണോ? ക്ലീറ്റസ് അല്ല, അരിസ്റ്റോട്ടിലാണ് കേട്ടോ, അരിസ്റ്റോട്ടിലാണ്. ഇതൊക്കെ ഇത് ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി വരാൻ ചാൻസ് ഉണ്ടോന്ന് അറിയത്തില്ല. ഇത് ജസ്റ്റ് ഒരിക്കൽ വന്നത് ഞാൻ എടുത്തിട്ട് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോ ഇതൊക്കെ ഫിലോസഫേഴ്സ് ആണ് ഇവരെല്ലാരും. ഫിലോസഫേഴ്സിന്റെ ചില വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ ഫിലോസഫേഴ്സിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്, ഏതൊക്കെ ഒന്നൊക്കെ. അതിൽ നിങ്ങൾ മിക്കവാറും ഈ പ്ലേറ്റോയെയും അതുപോലെ തന്നെ നമ്മുടെ ജോൺ ഡൂയിയൊക്കെ ഒന്ന് പഠിച്ചു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ജോൺ ഡൂയിയൊക്കെയാണ് വരാൻ ചാൻസ്. പിന്നെ മറിയ മോണ്ടിസോറിയോ, ജോൺ ഡൂയിയെ, പ്ലേറ്റോയോ അവരൊക്കെ വരും. ഫിലോസഫേഴ്സ് ആണ് അവര് കുട്ടികളെ കുറിച്ച് പറഞ്ഞത്. ഇപ്പൊ നമ്മള് റൂസോയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രകൃതിയും അല്ലെ, അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആണ്. അപ്പൊ വിദ്യാഭ്യാസം അത് പറഞ്ഞത് റൂസോ അല്ലേ? ആരാണ്ടാ? നെഗറ്റീവ് വിദ്യാഭ്യാസം പറഞ്ഞ അല്ല, നെഗറ്റീവ് എഡ്യൂക്കേഷൻ.
നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന ആശയം കൊണ്ടുവന്നത് എമിലി എന്ന പുസ്തകം, അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. എമിലി കേട്ടിട്ടുണ്ട്. എമിലി അദ്ദേഹത്തിന്റെ പുസ്തകമാണ്, നമ്മളെ റൂസോയുടെ. പിന്നെ റൂസോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വലിച്ചെറിയൂ, നിങ്ങളുടെ കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇടൂ. അദ്ദേഹം ഒരു പ്രകൃതിവാദിയാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഒരു നാച്ചുറലിസ്റ്റ് ആണ് അദ്ദേഹം. അതൊക്കെ മാത്രം അത് അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരുന്നാൽ അവിടെ ഓക്കെയാണ്. ഇനി കഥകളി നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയും. ഒന്ന് ശ്രദ്ധിക്കൂ. കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? കഥകളി വാദ്യങ്ങളിൽ ചെണ്ട, ശുദ്ധ മദ്ദളം, തിമില, ചേങ്ങില. ഏതാ കുട്ടികളെ കഥകളി വാദ്യങ്ങൾ? തിമിലയാണ്. തിമില. വെരി ഗുഡ്. ബാക്കി എല്ലാം ഇതിൽ വരുന്നതാണെന്നും കൂടെ ചിന്തിച്ചോണം. ചെണ്ട, ശുദ്ധ മദ്ദളം, ചേങ്ങില. മനസ്സിലായോ? ചാർജർ ഹലോ പറയൂ കുട്ടികളെ. അടുത്തത് ഇത് ഇത്രയും പറഞ്ഞല്ലോ അല്ലേ? അടുത്തത് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ചതാരെ? ഒന്ന് പറയാമോ? എഴുത്തച്ഛൻ. കേട്ടിട്ടുണ്ടോ ഇത്? ആക്ച്വലി ഇത് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനെയാണ്. എഴുത്തച്ഛനുമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ? നിങ്ങൾ നേരത്തെ വായിച്ചതല്ലേ കുട്ടികളെ ഇത്? പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ പറഞ്ഞതായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ചങ്ങമ്പുഴ പറഞ്ഞ വാക്യം. ചങ്ങമ്പുഴ. ഓക്കെ. അടുത്തത് നമ്മള് കഴിഞ്ഞ ക്ലാസ്, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ആണ് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. പറയാനുള്ള ആഗ്രഹം എന്നർത്ഥം വരുന്ന പദം ഏത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവക്ഷ. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഓക്കെ. അടുത്തത് വൃക്ഷം എന്ന അർത്ഥം വരാത്ത, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയത്തില്ല കുട്ടികൾ, ഒരുപാട് പര്യായ പദങ്ങൾ നിങ്ങളെ കാണിച്ചു പോയായിരുന്നു. അതിൽ ഞാൻ വൃക്ഷത്തെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? പറയൂ, ശ്രദ്ധിച്ച കുട്ടികളെ? ഞാൻ ഒരുപാട് പര്യായ പദങ്ങൾ പര്യായ പദങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, എന്നാൽ ഇത്തരത്തിലുള്ള പര്യായ പദങ്ങൾ എല്ലാം പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞു പോയി. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. കാര്യം ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞു പോയത് കൊണ്ട് ഞാൻ അവിടെ കണ്ടു. പറയാനുള്ള ആഗ്രഹം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വിവക്ഷ നമ്മൾ പഠിച്ചു. ഇനി വൃക്ഷം എന്ന അർത്ഥം വരാത്ത പദം എളുപ്പമാണ്. വരുന്ന പദങ്ങൾ അറിയാമെങ്കിൽ വരാത്ത പദം സിമ്പിൾ ആയിരിക്കും. അറിയാമോ? നിങ്ങൾക്ക് അറിയാവോ? പാദപം, വിടപം വൃക്ഷമാണ് കുട്ടി. വിടപം വൃക്ഷമാണ്. ദ്യുപമാണ് വരാത്തത്. ഈ ദ്യുപം എന്ന് പറയുമ്പോ ആക്ച്വലി എന്താണ് കുട്ടികളെ? ദ്യുപം ആർക്കെങ്കിലും അറിയാമോ? ദ്യുപം എന്ന് പറയുമ്പോ ആരാ? ദ്യുപൻ എന്ന് പറയുമ്പോ ആരാണെന്ന് അറിയാമോ? ദ്യുപൻ ആന, കൊമ്പനാന. എഴുതി വെച്ചോളൂ. ദ്യുപ എന്ന് പറയുമ്പോ പിടിയാന, ദ്യുപൻ എന്ന് പറയുമ്പോ കൊമ്പനാന. അത് ചിലപ്പോ ചോദിക്കും. ദ്യുപൻ എന്ന് പറയുമ്പോ ആരാണ്? കൊമ്പനാന, ദ്യുപ പിടിയാന. മനസ്സിലായോ? അത് എഴുതി വെച്ചോണം. പിന്നെ നിങ്ങൾക്ക് അറിയാമോ കുട്ടികളെ മരത്തിന്റെ മറ്റേതെങ്കിലും പര്യായങ്ങൾ അറിയാന്നുള്ളവരൊന്ന് പറഞ്ഞേ. അതായത് വൃക്ഷത്തിന്റെ പര്യായങ്ങള്. തരു വൃക്ഷമാണ്, അത്ര മാത്രമേ അറിയാവുള്ളൂ. പിന്നെ ഇപ്പം പഠിച്ചു പാദപം വൃക്ഷമാണ്, വിടപം, അതുപോലെ തന്നെ ഭൂരുഹം വൃക്ഷമാണ്, വിദ്രു കേട്ടിട്ടുണ്ട്, എഴുതിക്കോണേ. വിദ്രു, വിടപി, വാന്യം, അതൊക്കെ വൃക്ഷത്തിന്റെ ഉദാഹരണം പര്യായങ്ങളാണ്. ഒന്ന് എഴുതിക്കോണേ. ഒന്ന് എഴുതി വെക്കോ? ഞാൻ പറയട്ടെ. ഹലോ, എഴുതുന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. വാന്യം. നെക്സ്റ്റ് വരുന്നത് ചങ്കുരമാണ്, നങ്കുരം അല്ല, നങ്കുരം വേറെ. ചങ്കുരം. വിടപി, വിദ്രു ആണ്, വിദ്രു. മൂലി. അദ്രി. ഇതൊക്കെ ഞാൻ പറയുന്നതെല്ലാം വൃക്ഷത്തിന്റെ പര്യായ പദങ്ങളാണ്. ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ
ബാക്കി എല്ലാവർക്കും അറിയാലോ. പർണി 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 അത് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു വേർഡായിരിക്കും. പർണി പർണി വൃക്ഷമാണ്. പർണി പർണി. അടുത്ത മഹീരുഹം. മഹീരുഹം. അകം. അംഗമല്ല കേട്ടോ കുട്ടികളെ. അകം അകം. അകം അകം വൃക്ഷമാണ്. മഹീരുഹം വൃക്ഷമാണ്. അദ്രി. അദ്രി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്രി വിദ്രു രണ്ടും വൃക്ഷമാണ്. അരോഹകം. അരോഹകം. അരോഹം എന്നുള്ളത് കാതുകൾക്ക് അരോചികമാണ്. അത് വേറെ. അരോചികം. ഇതെന്താ? അരോഹകം. അരോഹകം. പിന്നെ ഞാൻ ഇവിടെ കണ്ടില്ലേ പാതപം. നമ്മൾ കണ്ടു പാതപം വൃക്ഷം. അകം വൃക്ഷം. പൃഥ്വിജം. 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 പൃഥ്വിജം പൃഥ്വിരാജ് ചൗഹാൻ അല്ല കേട്ടോ. തറയിൻ യുദ്ധം 1191-92 അത് വേറെ. ഇത് പൃഥ്വിജം. തറയിൻ യുദ്ധമൊക്കെ അറിയാവോ കുട്ടികളെ? തറയിൻ യുദ്ധം. പൃഥ്വിരാജ് ചൗഹാന്റെ യുദ്ധം അറിയാമോ? ആ യുദ്ധമല്ല, ഇത് പൃഥ്വിജം. അല്ല, ഞങ്ങൾ പൃഥ്വിരാജ് ചൗഹാനെ പെട്ടെന്ന് ആലോചിക്കുമ്പം തറയിൻ യുദ്ധമാണല്ലോ ആലോചിക്കുന്നത്. പറഞ്ഞതേ ഉള്ളൂ. പൃഥ്വിജം. ഇവിടെ പൃഥ്വിജമാണ് വൃക്ഷം. അപ്പൊ വൃക്ഷത്തിന്റെ ഏറെക്കുറെ പര്യായങ്ങൾ കിട്ടി. ഇതിന്റെ അപ്പുറം ഒന്നും ഞാൻ ചോദിക്കത്തില്ല. ഏകദേശം കിട്ടി. വൃക്ഷവുമായിട്ട് ചോദിക്കുമ്പോൾ വൃക്ഷത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നേടിയെടുക്കണമെങ്കിൽ ആകുന്ന പര്യായങ്ങൾ അങ്ങ് പഠിച്ചെടുക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെയുള്ള. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. കോളൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് എഴുതി കയ്യിൽ നോട്ട് സൂക്ഷിക്കുന്നവർ ഇതിന്റെ ഉത്തരം പറയും. കോളൻ അല്ലെങ്കിൽ ആ ചിഹ്നം കണ്ടല്ലോ, കോളൻ ചിഹ്നം കണ്ടല്ലോ. ഈ ചിഹ്നത്തെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? നമ്മളിതെല്ലാം കൃത്യമായിട്ട് പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്. ഭിത്തിക. നമ്മൾ പഠിച്ചില്ലേ കുട്ടികളെ? ഭിത്തികയ്ക്ക് വേറൊരു പേരും കൂടെ ഉണ്ടല്ലോ. ഭിത്തികയ്ക്ക് അല്ലല്ലോ. ഭിത്തിക. വെരി ഗുഡ്. വെരി. നമ്മൾ പൂർണ്ണവിരാമം, അർത്ഥവിരാമം, പിന്നെ വലയം, ശൃംഖല, വിക്ഷോഭണി, ആശ്ചര്യചിഹ്നം അല്ലെ? അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ നോട്ട് എല്ലാവരുടെ കയ്യിൽ ഇരിപ്പുണ്ടോ? പറയൂ. ഉണ്ടോ? ഉണ്ട് കുട്ടികളെ. അതിൽ അതുപോലെ തന്നെ ചില സമയത്ത് ചിലപ്പോ ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ചിലപ്പോ ഇത് ഡയറക്ട്ലി ചോദിക്കും, ചിലപ്പോ ചിഹ്നം തന്നിട്ട് ചോദിക്കും, ചിലപ്പം ചോദിക്കുന്ന എന്താണ്, നമ്മള് അതിന്റെ എക്സാമ്പിൾ തന്നിട്ട് ഇവിടെ ചേർക്കാൻ കഴിയുന്ന ചിഹ്നം ഏത് എന്നും പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ആ തന്ന ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നോട്ട് എഴുതി വെച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് നിങ്ങൾ അത് ഏത് വന്നാലും ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് അവിടെ കഴിയും. അതാണ് ഒരു കാര്യം. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. നീരക്ഷീര ന്യായം. ക്ഷീരം എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ? ക്ഷീരം എന്ന് വെച്ചാൽ എന്താണ്? ക്ഷീരം. പാലാണ്. അപ്പൊ നീരക്ഷീര ന്യായം എന്നതുകൊണ്ട് ഇത് PSCക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നീരക്ഷീര ന്യായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഭൂരിപക്ഷം നോക്കിയുള്ള തീരുമാനം, വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ, തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ, യാദൃച്ഛികമായി കാര്യങ്ങൾ സംഭവിക്കുക. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണോ? ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് പറയൂ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഇതില് യാതൊരു തരത്തിലുള്ള ഉത്തരവും ചേരാത്ത ഉത്തരങ്ങൾ 2 ഡിലീറ്റ് ചെയ്തും കളഞ്ഞേ. 2 എടുത്ത് കളഞ്ഞു. ഓപ്ഷൻ എ എടുത്തും കളയാം. പിന്നെ ഏതെടുത്ത് മാറ്റേണ്ടേ? ഡിയും എടുത്ത് മാറ്റി. വെരി ഗുഡ്. മിടുക്കി. അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ. ഈ 2 എടുത്ത് മാറ്റിയതിനു ശേഷം ഇനി വരുന്ന 2 ആണല്ലേ? അതിലേതാ ഉത്തരം? ഓപ്ഷൻ സി. വേർതിരിച്ചാൻ അറിയാത്ത തരത്തിലുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നീരക്ഷീര ന്യായം എന്ന് വെച്ചാൽ നമ്മൾ പാലിൽ ഇപ്പൊ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റൂ? അല്ല. അപ്പൊ വേർതിരിച്ചറിയാന്ന് വെച്ചാൽ പാല് നമ്മളെ കൈ കിട്ടുമ്പോ നമ്മൾ മിക്കവാറും യൂട്യൂബിലൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ ഒരേ ആൾക്കാർ ഒരുപാട് തവണ ഇട്ടിട്ട് നിങ്ങളെ മനസ്സിലാക്കി തന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അവരിങ്ങനെ എക്സാമ്പിൾ പറഞ്ഞത് ഇങ്ങനെയാണ്. പാലിൽ നമ്മൾ വെള്ളം ചേർത്ത് വെച്ചിട്ട് ആ പാല് നമ്മളെ കൈ കൊണ്ട് തന്നു. അപ്പൊ ആ പാല് കണ്ടപ്പോ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു അയ്യോ നീരക്ഷീര ന്യായം എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ,
ഇതിനെയാണ് നീരക്ഷീര ന്യായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ക്ഷീരം എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ക്ഷീരം പാല്. നീരക്ഷീര ന്യായം മീൻസ് വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂട്ടിച്ചേർക്കൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാട് കയറുക എന്ന ശൈലി നമ്മൾ ഒരുപാട് പഠിച്ചല്ലേ. ഇത് പക്ഷെ ശ്രദ്ധിക്കണം, ഇത് വെറുതെ ഒരു ശൈലി അല്ല. കാട് കയറുക എന്ന ശൈലി ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കുട്ടികളെ വരുന്ന ക്വസ്റ്റ്യൻ. കാട് കയറുക എന്ന ശൈലി ഏറ്റവും ഉചിതമായി ചേർത്തിരിക്കുന്ന വാക്യം ഏത്? നാട്ടിൽ നിന്ന് കാട് കയറിയ ആനക്കുട്ടി പിന്നെ തിരികെ വന്നിട്ടില്ല. ചർച്ചയ്ക്കിടയിൽ കാട് കയറിയ ആളുകളെ പണിപ്പെട്ട് അവതാരകൻ നിയന്ത്രിച്ചു. മാൻവേട്ടയ്ക്കായി കാട് കയറുന്നവരെ വനപാലർ വിരട്ടി ഓടിച്ചു. കാട്ടിൽ കയറണമെങ്കിൽ അധികൃതരുടെ അനുമതി വേണം. ഏതായിരിക്കും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ചർച്ചയ്ക്കിടയിൽ കാട് കയറിയ ആളുകളെ ഏറെ പണിപ്പെട്ട് അവതാരകർ. അതെ. ഈ നമ്മൾ കാട് കയറി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മൾ ആക്ച്വലി നിങ്ങൾ DLED-നൊക്കെ പോകുമ്പോഴേ ലെസൺ പ്ലാൻ തയ്യാറാക്കിയിട്ടില്ലേ? ഈ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാം കുട്ടികളെ? നിങ്ങൾ തന്നെ പറഞ്ഞു എന്തിനാ കുട്ടികളെ നമ്മൾ ഈ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ ഞാൻ ഈ പറഞ്ഞതിന്റെ ഉത്തരം? ക്ലാസ് എങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കുക, ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ്. പക്ഷെ അതല്ല ആക്ച്വലി നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ വേറൊന്നുമില്ല. ടീച്ചറിന്റെ കാട് കയറ്റം തടയുക. നിങ്ങൾ അങ്ങനെയല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത് DLED-ന്റെ ബുക്കില്? അധ്യാപികമാരുടെ കാടുകയറ്റം തടയുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ക്ലാസ് റൂമിൽ പോകുന്നത്. കാര്യം നമ്മളെ ക്ലാസ്സിൽ വന്നിട്ട് എന്തും കടന്ന് അതും ഇതും ഒക്കെ വാരി വലിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ കണ്ടന്റിനെ കൃത്യമായിട്ട് എത്തിക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മളിപ്പോ സാധാരണ സ്വാഭാവിക ക്ലാസ് റൂമിൽ നിങ്ങൾ എന്തും പറയും. പക്ഷെ നമ്മള് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് വെറുതെ നമ്മൾ വായി തോന്നുന്നതിനൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളൊരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അധ്യാപികയുടെ കാട് കയറ്റം തടയുക. നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ അറിഞ്ഞു വെച്ചോളുക. ഇതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒന്നാമത്തെ കാര്യത്തിൽ. പിന്നെ ബാക്കി ഒത്തിരി ലോട്ട് ഓഫ് അനദർ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, കാട് കയറ്റം തടയുക. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ ഒരു ഇന്റർവ്യൂവിനെങ്കിലും പോകുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും. ഇതൊരു രസപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ലെസൺ പ്ലാൻ തയ്യാറാക്കുന്ന പിന്നിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി ഇതാണ്. ഓക്കെ, പിന്നെ ഗോൾ, ഇൻസ്ട്രക്ഷൻ ഗോൾ ആൾസോ, അതൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കുക. മനസ്സിലായ കുട്ടികളെ? കാട് കയറുക. ഓക്കെ, അടുത്ത ഭൈമി എന്ന പദത്തിനർത്ഥം എന്താണ്? ഭീമന്റെ ഭാര്യ, ഭീമന്റെ സഹോദരി, ഭീമന്റെ മകൾ, ഭീമരാജ്യത്തെ രാജകുമാരി. ഭൈമി ആരാ? ഭീമന്റെ മകൾ. ഭീമന്റെ മകൾ. വെരി ഗുഡ്. ഭൈമി ഭീമന്റെ മകൾ. അതെ, എഴുതി വെച്ചോണേ അറിഞ്ഞൂടാത്തവര്. ഭീമന്റെ മകൾ ഭൈമി. ഇത് മിക്കവാറും ഒക്കെ 1-2 വട്ടം ചോദിച്ചതാണേ. ഭീമന്റെ മകൾ ഭൈമി. അടുത്ത ക്വസ്റ്റ്യൻ, ചർവിത ചർവണം എന്ന പ്രയോഗം കൊണ്ട് ഇത് ഒരു പ്രത്യേക ലെവലിൽ ചോദിച്ചിരിക്കുകയാണേ. ചർവിത ചർവണം. ചർവിതം എന്ന പദമൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ പ്രയോഗിക്കാറുണ്ട്. ചർവിത ചർവണം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പറയാത്തതിനെ കുറിച്ച് പറയുക, പറഞ്ഞതിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയൽ, അറിയാത്ത കാര്യത്തെ കുറിച്ച് പറയൽ, പൂർത്തിയാക്കാത്ത കാര്യത്തെ കുറിച്ച് പറയൽ. ഏതാ? പറഞ്ഞതിനെ കുറിച്ച് വീണ്ടും പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്, പറഞ്ഞതിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയൽ. അറിഞ്ഞുകൂടാത്തവരെന്ന് എഴുതി വെച്ചോളം. കാര്യം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രയോഗങ്ങളാണ്, നമ്മൾ ഒരുപാട് പ്രയോഗങ്ങൾ ഇന്നലെ കണ്ടു. പറയാത്തതിനെ കുറിച്ച് വീണ്ടും വീണ്ടും, പറയാത്തതിനെ കുറിച്ച് വീണ്ടും പറയൽ. അതാണ് ചർവിത ചർവണം എന്ന പ്രയോഗം. സോറി ബി പറഞ്ഞതിനെ കുറിച്ച്. ഓപ്ഷൻ ബി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. പറഞ്ഞതിനെ കുറിച്ച്. ഓപ്ഷൻ ബി ആണ്, പറഞ്ഞതിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയൽ. ഓപ്ഷൻ ബി. ബി മാറിപ്പോലെ ബി. അതെഴുതിയെങ്കിൽ അറിഞ്ഞുകൂടാത്തവർ എഴുതി വെക്കുക, ഉത്തരം മാത്രം എഴുതിയാൽ മതി. ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷയുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം സാഹിത്യരചന നടത്താനാണോ, സംവാദങ്ങൾ ഏർപ്പെടുന്നതിനാണോ? പ്രാഥമികമാണ്, പ്രൈമറി ഫാക്ടർ. ആശയവിനിമയം നടത്താനാണോ, വിദ്യാഭ്യാസം നേടാനാണോ? പ്രാഥമികമായ കാര്യം ആശയവിനിമയം നടത്താനാണ്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായി ഗണിക്കുന്നത് ഏത്? തിരുനാവായ, തിരൂർ, കാലടി, കിള്ളിക്കുറിശി. തിരൂറാണ്. തിരുനാവായ ഏത് ജില്ലയിലാണ് കുട്ടികളെ? തിരുനാവായ മലപ്പുറം ജില്ലയിലാണ്. അത് മറക്കാതിരിക്കുക.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങളൊന്ന് അഡീഷണൽ ആയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ചിലപ്പോ എനിക്ക് പ്രഡിക്റ്റബിൾ അല്ല, ഇവരെ എങ്ങനെ എപ്പോഴും ഒന്നും ചോദിക്കാറില്ല, എന്നാൽ 1-2 ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടു. ഇപ്പൊ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന 2025-ലാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് 2024. അതിന്റെ അപ്പുറം ബേക്കടിച്ചൊന്നും ഈ കേറ്ററ്റുകാരും സെറ്റുകാരും ഒന്നും ചോദിക്കാറില്ല. എങ്കിലും ഈ 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാന്നറിയാമോ? 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആർക്കെങ്കിലും അറിയാമോ? SK വസന്ത. അല്ലല്ല, 2024-ലാണ്. NS മാധവൻ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹമായത്. 5 ലക്ഷം രൂപയാണ് ക്യാഷ് അവാർഡ്. ഒന്നുകൂടി പറയുന്നത് 2024 ആണ്, ശ്രദ്ധിക്കണം. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. എഴുത്തച്ഛന്റെ ജന്മസ്ഥലം നമ്മൾ പറഞ്ഞു തിരൂർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. അറിയോ? അതിന്റെ ഏത് കൃതിക്കാന്നറിയോ? NS മാധവന്റെ കൃതി ഞാൻ പറഞ്ഞുതരാവേ, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ഒന്നും നോക്കിയിട്ട് പറഞ്ഞുതരാവേ. ഞാൻ ആ കൃതിയുടെ പേര് ഞാൻ കണ്ടതാണ്, ഇപ്പൊ വിട്ടുപോയി. പറഞ്ഞുതരാവേ, കൃതി പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ആ കൃതി പറഞ്ഞു തരാമേ കുട്ടികളെ, ഞാനത് വിട്ടുപോയേ. അടുത്ത 2024 വള്ളത്തോൾ അവാർഡ് വിന്നർ. ഒരു മിനിറ്റ്. 2024 വള്ളത്തോൾ അവാർഡ് വിന്നർ ആരാണ് കുട്ടികളെ? വള്ളത്തോൾ അവാർഡ് വിന്നർ ആർക്കെങ്കിലും അറിയാമോ? അത് 2019 ലാസ്റ്റ്. 2024 സോറി, വയലാർ അവാർഡ്. വള്ളത്തോൾ അല്ല, വയലാർ അവാർഡ്. വയലാർ, വള്ളത്തോൾ അല്ല, വയലാർ അവാർഡ്. ആർക്കെങ്കിലും അറിയാമോ? അശോകൻ ചെരുവിൽ. അശോകൻ ചരുവിലാണ്, അശോകൻ ചരുവിൽ. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ 2024 ഓടക്കുഴൽ ചിലപ്പം ചോദിക്കും. ആരായിരിക്കും? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത്. 2024 ആരാണ് കുട്ടികളെ 24 ഓടക്കുഴൽ അവാർഡ്? ഓടക്കുഴലാണ്, ഓടക്കുഴൽ, തെറ്റിപ്പോലെ. നേരത്തെ പറഞ്ഞത് വയലാർ ആണ്, വള്ളത്തോളല്ല, വയലാർ. ഓടക്കുഴൽ അവാർഡ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ ആരൊക്കെ ആയിരുന്നു അറിയാമോ? പറഞ്ഞ 2024 വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. 2020 വയലാർ അവാർഡ് കിട്ടിയത് അശോകൻ ചെരുവിൽ. ആരോ നിങ്ങൾ പറഞ്ഞു തോന്നുന്നു. അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവില് വയലാറല്ല, വയലാറാണേ, വള്ളത്തോളല്ല. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ കുട്ടികളെ നിങ്ങൾ എടുത്ത് ചോദിച്ചില്ലേ എന്റെ അടുത്ത്, അദ്ദേഹത്തിന്റെ നോട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് വർക്ക്. അതാണ് ഞാൻ ഒരു വർക്കായിട്ട് എടുത്ത് പറയാത്ത. നിങ്ങൾ ആദ്യം എന്റെ അടുത്ത് ചോദിച്ചു, ടീച്ചറെ NS മാധവന്റെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കൃതി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സുകൾ, ഒരുപാട് വർക്ക്സുകൾ ചേർന്നിട്ടാണ് കിട്ടിയത് മാധവൻ, NS മാധവന്റെ. കേട്ടോ പറഞ്ഞേ ആ വർക്ക്സുകൾ. അതുകൊണ്ടാണ് ഒരു പ്രത്യേക വർക്ക്സ് ആയിട്ട് എടുത്ത് ഞാൻ പറയാത്തത്. നിരവധി വർക്ക്സ്, അദ്ദേഹത്തിന്റെ ഒരുപാട് രചനകൾക്കായിട്ടാണ് NS മാധവൻ ഈ അവാർഡ് ലഭ്യമാക്കിയിട്ടുള്ളത്. അത് ആദ്യം മനസ്സിലാക്കണമേ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് അർഹമായത് അദ്ദേഹത്തിന്റെ നിരവധി സാഹിത്യ രചനകൾക്കാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് NS മാധവന് കിട്ടിയ, സോറി വാസന്തനല്ല, NS മാധവന്. വാസന്തന് അതിന് തൊട്ട് പിന്നാലെ NS വാസന്തനായിരുന്നു, അതിന് മുന്നേ ഉള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന് NS വാസന്തന് കിട്ടിയിട്ടുള്ള NS മാധവന് മനസ്സിലാക്കുക. മാധവൻ അദ്ദേഹത്തിന്റെ നിരവധി വർക്ക്സുകൾ ചേർന്നിട്ടുള്ള ഒരു അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? മിസ്സേ, യെസ്. 2024 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്
ഓടക്കുഴൽ അവാർഡ് ലഭ്യമായത് അശോകൻ ചെരുവിലും ഒന്ന് മനസ്സിലാക്കണേ, വയലാർ അവാർഡ് അശോകൻ ചെരുവിലും, ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ. ഓക്കെ മിസ്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോട്ടെ നമ്മള്. ഇതൊക്കെ ആക്ച്വലി ഓടി കണ്ടപ്പോ ഒന്ന് പറഞ്ഞതാണ്, എഴുത്തച്ഛനെ കണ്ടപ്പം നോക്കി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഒന്ന് കടക്കാം. അപ്പൊ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം മനസ്സിലായി. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? അദ്ദേഹത്തിന്റെ നിരവധി സാഹിത്യ രചനകൾക്ക് ചേർന്നിട്ടാണ് NS മാധവന് 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. പിന്നെ ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് കിട്ടിയെന്ന് പറഞ്ഞു, വയലാർ അവാർഡും പറഞ്ഞു. എനിക്ക് നോക്കിയിട്ടുള്ളതിനൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി വരൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല, കാര്യം ഞാൻ കഴിഞ്ഞ ഒരു 2020 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2020 എഴുത്തച്ഛൻ പുരസ്കാരം, അതായത് ഈ ക്വസ്റ്റ്യനോടൊപ്പം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു. 20 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ഇനിയിപ്പോ 25ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം ചോദിച്ചൂടാതില്ലാതില്ല, ചിലപ്പം ചോദിക്കാം. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാന്. നിങ്ങളൊന്ന് നോക്കി വച്ചിരിക്കുക, എഴുത്തച്ഛനും വയലാറും ഓടക്കുഴലും ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ അതല്ലാതെ ഒരുപാട് അവാർഡുകൾ ഉണ്ട് കുട്ടികളെ. കാര്യം എന്ന് വെച്ചാല് എന്താ പറയുന്നത്, നമ്മുടെ പിന്നെ ബഷീർ പുരസ്കാരം 2024, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. പിന്നെ സുഗതകുമാരി ട്രസ്റ്റിന് നേടിക്കൊടുക്കുന്ന അവാർഡുകളുണ്ട്. അങ്ങനെ ഒത്തിരി അവാർഡുകൾ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അധികം പറഞ്ഞു പോവാത്ത കാര്യം, നിങ്ങൾക്ക് ഭയങ്കര ലെവലിൽ ഒരു PSC പോലെ ചോദിക്കത്തില്ല. നിങ്ങൾക്ക് PSCക്ക് ആണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ, ഇപ്പൊ LP UP ഒക്കെ ആണെങ്കിൽ നമ്മൾ സകലതും ഏത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണോ ഏത് അവാർഡാണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ പഠിപ്പിക്കണം. ഇതിപ്പോ ഞാൻ അങ്ങനെ പഠിപ്പിക്കാത്തതിന്റെ കാര്യം അങ്ങനെ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. 20 എഴുത്തച്ഛൻ ഞാനിപ്പോ ഇത് എന്തെന്ന് അറിയാവോ നിങ്ങൾക്ക് പറഞ്ഞത്? 2020 എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയത് ആരെന്ന് പറഞ്ഞ് ഇതിനോടൊപ്പം ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ കുട്ടികൾക്കും കൂടി 2024 കിട്ടിയത് ആരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. എങ്ങനെ ലെവലാണ് അത് പറഞ്ഞത്. പിന്നെ വയലാറ്, പിന്നെ അതിനുശേഷം വയലാറ് കണ്ടിരുന്നു, ഓടക്കുഴൽ കണ്ടില്ലെങ്കിലും കണ്ട അവസരത്തിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി സ്ഥിരമായ അക്ഷരങ്ങൾ തെറ്റിച്ചെഴുതുകയും വാക്കുകൾ പല വലിപ്പത്തിൽ എഴുതുകയും ചെയ്യും. ഈ കുട്ടിയിൽ ഏത് വിധത്തിലുള്ള പരിമിതിയുടെ സാധ്യതയാണുള്ളത്? എഴുതാണേ കുട്ടികളെ, എഴുത്ത് പറഞ്ഞേ. ഡിസ്ഗ്രാഫി ആണോ വേറൊന്നും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വേറെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ലെക്സി ആണോ ഗ്രാഫി ആണോ എന്ന് മാത്രമേ ഡൗട്ട് വരത്തുള്ളൂ. ലെക്സി ആണെങ്കിൽ എന്താണ് കുട്ടികളെ? ലെക്സി ആണെങ്കിൽ വായനയിലുള്ള ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഏതാ? ഗ്രാഫിയാണ്. എഴുത്തില് ഗ്രാഫിയാണ്. കാൽക്കുലി അറിയാലോ, ഓട്ടിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്. ഡിസോർഡേഴ്സ് ആണ്. റെഡ് സിൻഡ്രം അത് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. റെഡ് സിൻഡ്രം അത് ഒരുപാട് നിങ്ങൾ സൈക്കോളജി ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഡെവലപ്മെന്റ് ഡിസോർഡർ, ന്യൂറോളജിക്കൽ ഡിസോർഡർ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഇവിടെ നമുക്ക് പറയാൻ കഴിയത്തില്ല, ചിലപ്പോൾ മലയാളത്തിലും ചോദിക്കും. അതിന് ഉദാഹരണമാണ് നമുക്ക് കണ്ടത്. അപ്പൊ പഠിക്കുമ്പോൾ എല്ലാം കൂടെ ആഴത്തിൽ പഠിച്ചു വയ്ക്കുക, കാര്യം എല്ലാം ചോദിക്കാൻ. പിന്നെ അനറോക്സിയൊക്കെ ചോദിക്കും കുട്ടികൾ. അനറോക്സി ആർക്കെങ്കിലും അറിയാമോ? അനറോക്സി എന്താണ് കുട്ടികളെ? അനറോക്സിയ ഭക്ഷണത്തിനോടുള്ള ഈറ്റിംഗ് ഡിസോർഡർ. അതെ, ഈറ്റിംഗ് ഡിസോർഡർ ആണേ. ഓക്കെ, ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താ കുട്ടികളെ ചെണ്ട കൊട്ടിക്കുക? ഇനിയിപ്പോ പ്രത്യേകിച്ച് ഞാൻ വായിക്കേണ്ട കാര്യമില്ല. ചെണ്ട കൊട്ടിക്കുക, കളിയാക്കുക. പാഠം പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്നത് ഒരു ശൈലിയായി പ്രയോഗിച്ചിരിക്കുന്നത് ഏത് വാക്യത്തിൽ? അതായത് ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇവിടെ അതായത് ഈ ഒരു ശൈലി ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വാക്യം കണ്ടെത്തുക. നല്ല പാഠം പഠിപ്പിക്കുന്നവരാണ് ഗുരുക്കന്മാർ. ശ്രദ്ധിക്കുക, എന്തു മനുഷ്യനാണ് ഇയാൾ? ഒരു പാഠം പഠിക്കണം, ഒരു പാഠം പഠിപ്പിക്കണം ഇയാളെ. എന്തു മനുഷ്യനാണ് ഇയാൾ? ഒരു പാഠം അയാളെ പഠിപ്പിക്കണം. ഏത് പാഠം പഠിപ്പിക്കണം എന്ന് അയാൾക്ക് സംശയമുണ്ട്. എത്ര പാഠങ്ങളാണ് പഠിക്കാനുള്ളത്? കുട്ടി പറഞ്ഞു. ഇതിലേതാ കുട്ടികളെ കറക്റ്റ് ആൻസർ? എന്തു മനുഷ്യനാണ് അയാൾ? ഒരു പാഠം പഠിപ്പിക്കണം അയാളെ. അത് നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ പറയുന്നത്. ഇനി അറിവിന്റെ സമീപസ്ഥ വികസന മണ്ഡലം സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാ കുട്ടികളെ? വൈഗോട്സ്കി. അതും വളരെ സിമ്പിൾ ആയി പോയി. അടുത്ത ശ്രദ്ധിക്കുക, ശിങ്കിടി പാടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാകുന്നത് കുറച്ച് വായിക്കാൻ പറ്റത്തില്ല. കളരിപ്പയറ്റാണോ, കഥകളിയാണോ, നാടകമാണോ, കൃഷിയാണോ? ശിങ്കിടി പാടുന്നത് ഏതിലാണ്?
കഥകളി പാടാൻ നിൽക്കുന്ന കഥകളി സംഗീതജ്ഞന്റെ അടുത്തൊരാൾ നിപ്പുണ്ട്. അതാണ് ശിങ്കിടി എന്ന് പറയുന്ന ആള്. ആ ശിങ്കിടി കൂടെ പാടുന്ന കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ അതിനാണ് ശിങ്കിടി പാടുക എന്ന് പറയുന്നത്. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടിച്ചെടുക്കുക എന്ന ശൈലി. നമ്മൾ ഒരുപാട് ശൈലി കണ്ടേ, ശ്രദ്ധിക്കുക. അടിച്ചെടുക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? തന്ത്രത്തിൽ കൈക്കലാക്കുക. വെരി ഗുഡ്. തന്ത്രത്തിൽ, അറിഞ്ഞൂടാത്തൊരു ശ്രദ്ധിക്കുക. തന്ത്രത്തിൽ കൈക്കലാക്കുക. ബുദ്ധിക്ക് ബഹുമുഖത്വം ഉണ്ടെന്ന് സിദ്ധാന്തിച്ചത് ആര്? അത് സിമ്പിൾ ആയി പോയി. അവാർഡ്. അത് ഞാൻ നിങ്ങൾ അധികം പറയാത്ത, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് സ്പീഡിന് പോകുന്നത്. ഓക്കെ, ഇനി ചുവടെ കൊടുത്ത് ഇതൊന്ന് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം പറയാന്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് ഇതുപോലെ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്തോ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതിന്റെ ഈ പട്ടികയുടെ അകത്തുനിന്ന്. അതായത് യാത്രാ വിവരണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും നിലാപകാവ്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയല്ലാത്തതേത്? ശരിയല്ലാത്ത മാത്രം നിങ്ങൾ കണ്ടെത്തി പറഞ്ഞാൽ മതി. ആരാച്ചാർ നോവലാണ്, ഒരു വെർജീനിയൻ വെയിൽക്കാലം യാത്രാ വിവരണം, ഉജ്ജയിനി കവിതാ സമാഹാരമാണോ, അരങ്ങു കാണാത്ത നടൻ ആത്മകഥയാണോ? ഇതിൽ തെറ്റായ കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണോ സി ആണോ? അത് ആദ്യം മനസ്സിലാക്കണം. ഇത് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ഉത്തരം പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കണം ഓരോന്ന് ഏതൊക്കെയാണെന്ന് ആദ്യം. ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ ആരാ എഴുതിയത്? KR മീര. അത് നോവൽ തന്നെയാണല്ലോ അല്ലേ? ആണ്. അപ്പൊ പിന്നെ അത് പോട്ടെ, അതിനെ മറക്കാം. ഇനി ഒരു വെർജീനിയൻ വെയിൽക്കാലം, നിങ്ങൾ ഉത്തരം പറഞ്ഞത് ഓപ്ഷൻ ഡി ആണ്. ഇനി ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുമ്പോ യാത്രാ വിവരണം ആണോ? ആണോ അല്ലേ? അതാണ് ആദ്യം അറിയേണ്ടത്. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് യാത്രാ വിവരണം ഞാൻ പഠിപ്പിച്ചു തന്നു, ഓർമ്മ ഉണ്ടോ? അതിൽ ഇത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് കാരണത്താലാണ് ഈ പറഞ്ഞ വെർജീനിയൻ വെയിൽക്കാലം ഒരു യാത്രാ വിവരണം ആണെന്ന്? ഡി അല്ലേ പറഞ്ഞത്? ഡി ആണ്. അല്ലല്ല, ഡി പറഞ്ഞത് തെറ്റിപ്പോണു. അതും തെറ്റാണ്ട, അതും തെറ്റാണ്. ഡി തെറ്റാണ്. അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയന്റെ ആത്മകഥയാണ്. അത് തെറ്റല്ല, അത് ശരിയാണ്. അത് ശരിയാണ്. ഇത് യാത്രാ വിവരണമല്ല, ഒരു വെർജീനിയൻ വെയിൽക്കാലം യാത്രാ വിവരണം അല്ല. അതൊരു കവിതാ സമാഹാരമാണ്. എന്തെന്ന് പറയുന്നത്? ഒരു വെർജീനിയൻ വെയിൽക്കാലം ഒരു കവിതാ സമാഹാരമാണ്. ആരാണ് എഴുതിയെന്ന് അറിയാം കുട്ടികളെ? ഏഴഞ്ചേരി രാമചന്ദ്രനാണ്. ഏഴാച്ചേരി രാമചന്ദ്രന്റെ ഒരു കവിതാ സമാഹാരമാണ് വെർജീനിയൻ വെയിൽക്കാലം. മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമുക്ക് പറഞ്ഞതാണ്. വർത്തമാന പുസ്തകത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ നിങ്ങൾ? യാത്രാ വിവരണത്തെ കുറിച്ച്, ആദ്യത്തെ യാത്രാ വിവരണം. ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. ഞാൻ പറഞ്ഞത് ഓൾഗയിൽ മഞ്ഞു പെയ്തപ്പോഴാണ് പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ യാത്രാ വിവരണം. അല്ലാതെ വെർജീനിയൻ വെയിൽക്കാലം ഒരു കവിതാ സമാഹാരമാണ് ഏഴാച്ചേരി രാമചന്ദ്രന്റെ. മനസ്സിലായോ എന്തോ? ആരാച്ചാർ നോവല് തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ തെറ്റായ ആൻസർ ഏതാ കുട്ടികളെ? ഉജ്ജയിനി എന്നറിയപ്പെടുന്നത് ONV കുറുപ്പിന്റെ ഒരു കവിതാ സമാഹാരമാണ് ഉജ്ജയിനി. അതും കവിതാ സമാഹാരമാണ്. അരങ്ങു കാണാത്ത നടൻ ആരതാണെന്ന് അറിയാമോ? തിക്കൊടിയന്റെതാണ്. അറിയാമോ തിക്കൊടിയനെ? അത് ആത്മകഥയാണ്. അപ്പൊ ഇവിടെ തെറ്റായത് ഓപ്ഷൻ ബി ആണ്. ഒരു വെർജീനിയൻ വെയിൽക്കാലം ഒന്ന് എഴുതി വെച്ചോണം, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുന്നത് ഒരു കവിതാ സമാഹാരമാണ്. അതിന് ഒരുപാട് സാഹിത്യ പുരസ്കാരമൊക്കെ ലഭിച്ചതാണ് കുട്ടികളെ. ഒരു വെർജീനിയൻ വെയിൽക്കാലത്തിന് ഒത്തിരി സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചതാണ് വെർജീനിയൻ വെയിൽക്കാലം. അതൊരു യാത്രാ വിവരണമല്ല, കവിതാ സമാഹാരമാണ്. അപ്പൊ ഇവിടെ ശരിയല്ലാത്ത ഓപ്ഷൻ ബി ആണ്. യാത്രാ വിവരണത്തെ കുറിച്ച് കുറെ പറഞ്ഞു തന്നിട്ടില്ലേ, നിങ്ങൾക്ക് അറിയാമോ? ഞാൻ അതുപോലെ തന്നെ നേപ്പാൾ ഡയറി, ശാന്തി മന്ത്രം മുഴങ്ങുന്ന താഴ്വര പറഞ്ഞതാണ്. അടരുന്ന കാക്കകള്, പാപത്തിന്റെ പൊങ്ങച്ച സഞ്ചി, ഇതെല്ലാം യാത്രാ വിവരണങ്ങളാണ്. ഇതിന്റെ അകത്തുനിന്നാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? വെർജീനിയൻ വെയിൽക്കാലം ആരുടേതാണെന്നാണ് ചോദിച്ചത്. വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുന്നത് ഒരു കവിതാ സമാഹാരമാണ് ഏഴാച്ചേരി രാമചന്ദ്രന്റെ. ഉജ്ജയിനി എന്ന് പറയുന്നതും ആൾസോ ഒരു കവിതാ സമാഹാരം തന്നെയാണ്. അതാരതാണെന്ന് ചോദിച്ചാല്
അത് ആരതാണ് കുട്ടികളെ? ONV കുറുപ്പിന്റേതാണ്. ONV കുറുപ്പിന്റേതാണ്. അതൊരു കവിതാ സമാഹാരമാണ്. മനസ്സിലാവുന്നില്ല? അപ്പൊ യാത്രാ വിവരണം ഇതിലൊന്നും തന്നിട്ടില്ല. ആക്ച്വലി അരങ്ങ് കാണാത്ത നടൻ ഒരു ആത്മകഥയാണ് തിക്കൊടിയന്റെ. അറിയാലോ, അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയന്റെ ഒരു ആത്മകഥയാണ്. ചിലപ്പോ അങ്ങനെയും ചോദിക്കും. ആത്മകഥ ഒരു ആത്മകഥയാണ്. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആരും ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് യാത്രാ വിവരണങ്ങൾ തന്നിട്ടുണ്ട്, മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള യാത്രാ വിവരണങ്ങൾ. ഓർമ്മ ഉണ്ടോ? ആമസോണും കുറെ വ്യാകുലതകളും. ആരതാണ് കുട്ടികളെ ആമസോണും കുറെ വ്യാകുലതകളും? ഹലോ പറയൂ. MP വീരേന്ദ്രകുമാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞ പാപത്തിന്റെ പൊങ്ങച്ച സഞ്ചി വാസു. ഞാൻ പറഞ്ഞതാണ്. അതുപോലെ മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും, അത് കേട്ടിട്ടുണ്ട്. മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും. എസ് ശിവദാസ്. എഴുതിക്കോളൂ, എസ് ശിവദാസ്. മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും, എസ് ശിവദാസ്. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ അന്ന് നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തി മലയാളത്തിൽ ആദ്യത്തെ ഖണ്ഡകാവ്യം, ദക്ഷിണമൊത്ത നോവല്, അപസർപ്പക നോവല്, ഇത് ഇത്രയും പറഞ്ഞു. ഓർമ്മ ഉണ്ടോ എന്തോ എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ. അഹല്യയുടെ പെൺമക്കൾ ആരാ രചിച്ചത്? അഹല്യയുടെ പെൺമക്കൾ പറഞ്ഞു കുട്ടികളെ. സോറി, അലാഹയുടെ പെൺമക്കൾ. അഹല്യ അല്ല കേട്ടോ, അലാഹയുടെ പെൺമക്കൾ. അലാഹ, സാറ ജോസഫ്. അത് ചോദിച്ചതാണ്. അലാഹയുടെ പെൺമക്കളെ ചോദിച്ചിട്ടുണ്ട്. അടയാളങ്ങൾ ആരുതാണ് കുട്ടികളെ? അടയാളങ്ങൾ. ഇത് പുരസ്കാരം ലഭിച്ചതാണ് അദ്ദേഹത്തിന്. സേതുവിന്റെ. അതെ അതെ, അത് സേതുവിന്റെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അന്തിമ കാഹളം ആരതാണ് കുട്ടികളെ? അന്തിമ കാലം. കാഹളമല്ല, അന്തിമ കാലം. അന്തിമകാലം. ആരെന്നറിയാമോ? അക്കിത്തം അച്യുതന്റെ. അക്കിത്തം അച്യുതൻ. ഒരു സങ്കീർത്തനം പോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു സങ്കീർത്തനം പോലെ. ഓർമ്മ ഉണ്ടോ അറിയത്തില്ല. പെരുമ്പടവം ശ്രീധരമേനും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. തട്ടകം എല്ലാവർക്കും അറിയാലോ. തട്ടകം ആരുടേതാണ്? തട്ടകം. ഞാൻ ഈ പറഞ്ഞതിനെല്ലാം അവാർഡുകൾ ലഭിച്ചതാണ്. പലതരത്തിലുള്ള അവാർഡുകളാണ്. ലളിതാംബിക അന്തർജനം, പിന്നെ അഗ്നിസാക്ഷി അവാർഡ് ലഭിച്ചൊരു കൃതിയാണ്. വയലാർ അവാർഡ് കൃതികളാണ് ആക്ച്വലി ഞാൻ പറയുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. വയലാർ ആണ്, വള്ളത്തോളല്ല. വയലാർ അവാർഡ് കൃതികളാണ്. ചിലപ്പോ അങ്ങനെയൊക്കെ ചോദിക്കാം. ഞാൻ വയലാർ അവാർഡ് ആ കൃതിയെ കുറിച്ച് പറഞ്ഞ ഓർമ്മ ഉണ്ടോ കുട്ടികളെ? ഞാൻ വയലാറാണോ വള്ളത്തോളാണോ പറഞ്ഞു? വയലാർ കൃതിയല്ലേ 2024 പറയൂ. ആണോ? വയലാർ. 2024 വയലാർ അവാർഡാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഞാൻ ആക്ച്വലി ഇപ്പൊ പറയുന്ന കൃതികളെല്ലാം ഞാനൊരു കാര്യം. തട്ടകം കോവിലന്റേതാണ്. കോവിലൻ. ഞാനിപ്പോ പറഞ്ഞ കൃതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ എന്തെങ്കിലും? ഞാനിപ്പോ ഈ പറഞ്ഞ കൃതികള് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. അവാർഡിൽ ഏത് അവാർഡാണ് ഈ പറഞ്ഞ കൃതികൾക്കെല്ലാം ലഭിച്ചതെന്ന് പറയുമ്പോ വയലാർ അവാർഡ് ലഭിച്ച വയലാർ അവാർഡ്. അല്ല, ചിലപ്പോ ആദ്യം ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അത്ര പ്രതീക്ഷകളില്ല. ചിലപ്പോ ചോദിക്കും. കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ യാത്രാ വിവരണമൊന്നും, ആദ്യത്തെ വിലാപകാവ്യമൊന്നും, ആദ്യത്തെ ഖണ്ഡകാവ്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ ആദ്യമായിട്ട് ലഭിച്ച വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്കാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ വയലാർ അവാർഡ്. പിന്നെ അഗ്നിസാക്ഷി ആരുടേതാണ്? ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. അതൊരു വയലാർ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള കൃതിയാണ്. പിന്നെ അതുപോലെ തന്നെ തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്തത് കയറാണ് കേട്ടോ കുട്ടികളെ. കയർ വയലാർ അവാർഡ്. തകഴി ശിവശങ്കര പിള്ളയുടെ വയലാർ അവാർഡ് കൃതി എന്ന് ചോദിക്കുമ്പോൾ കയറാണ്. കയർ. അതുപോലെ തന്നെ ONV കുറുപ്പിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടോ കുട്ടികളെ? ONV കുറുപ്പിന് മിക്കവാറും എല്ലാവരും പറയാൻ ചാൻസ് ഉണ്ട്. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ONV കുറുപ്പിന്റെ പറയാമോ? ഹലോ. അയ്യോ, ഖസാക്കിന്റെ ഇതിഹാസം OV വിജയന്റെ ബുക്കല്ലേ? ONV കുറുപ്പിന്
ഇവിടെ ഖസാക്കിന്റെ ഇതിഹാസം OV വിജയന്റെ ബുക്കാണ് അല്ലേ? ആണോ കുട്ടികളെ? പെട്ടെന്ന് തെറ്റിയതാണ്. അതെ അതെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ONV കുറുപ്പിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടോ, അത് ചിലപ്പോൾ ചോദിക്കും. അത് ഏത് കൃതിയാണ്? ഏതാ? കയറാണ്, സോറി, ഉപ്പാണ്. ഉപ്പ്, തകഴിയുടെ കയറിനാണ് വയലാർ അവാർഡ് തകഴിക്ക് ലഭിച്ചത്. പിന്നെ ഉപ്പ് എന്ന കൃതിക്കാണ് ONV കുറുപ്പിന് വയലാർ അവാർഡ് വിന്നിങ് ആയിട്ടുള്ളത്. ഉപ്പ് ഒന്ന് എഴുതി വെച്ചോണം. ഉപ്പ്, ONV കുറുപ്പിന്റെ ഉപ്പ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് അദ്ദേഹത്തിന്റെ കയർ എന്ന കൃതിക്ക് ലഭിച്ചു. മറക്കാതിരിക്കുക, കയർ എന്ന കൃതിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അലാഹയുടെ പെൺമക്കൾ സാറാ ജോസഫിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ്. സാറാ ജോസഫിന് വയലാർ അവാർഡ് കോവിലന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് തട്ടകം. അത് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ നമ്മൾ ഏകദേശം ഈ വയലാർ അവാർഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ONV കുറുപ്പും തകഴിക്കൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ 2024 നമ്മൾ പരിചയപ്പെട്ടു ആർക്കാണ് ഏത് വിന്നർ ആണെന്നുള്ളത്. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് പരിചയപ്പെടുത്തിയാണ്. പിന്നെ നീർമാതളം പൂക്കുന്ന കാലം എല്ലാവർക്കും അറിയാലോ, ആരുടെതാണ്? ബാലാമണി അമ്മയല്ല, കമലാ സുരയ്യ. അപ്പൊ ഈ നീർമാതളം പൂത്ത കാലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ നീർമാതളം പൂത്ത കാലം എന്ന കൃതിക്കാണ് നമ്മുടെ കമലാ സുരയ്യക്ക് വയലാർ അവാർഡ് ആദ്യമായിട്ട് നേടിക്കൊടുത്തത്. വയലാർ അവാർഡ് ഇവർക്ക് ആദ്യമായിട്ട് നേടിക്കൊടുക്കുന്ന കൃതിയാണ്. അങ്ങനെയാണെങ്കിൽ ഖസാക്കിന്റെ ഇതിഹാസം പറഞ്ഞ പോലെ ഗുരുസാഗരം ആരുടെ കൃതിയാണ് കുട്ടികളെ? ഗുരുസാഗരം ആരൊക്കെയാണെന്ന് അറിയാം? ഗുരുസാഗരം OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതി എഴുതിക്കോണേ. ഗുരുസാഗരം എഴുതിയെടുക്കണുണ്ടോ? ഗുരുസാഗരം ആരതാണ്? OV വിജയൻ. അതും വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അദ്ദേഹത്തിന്. പിന്നെ ഹലോ കുട്ടികളെ, നിങ്ങൾ നേരത്തെ ആത്മകഥ, അരങ്ങ് കാണാത്ത നടൻ എന്ന് പറയുന്ന ഒരു ആത്മകഥയാണ്. അപ്പൊ ഞങ്ങൾ യാത്രാ വിവരണത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞു. അതുപോലെ തന്നെ വിലാപകാവ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? ഒരു വിലാപം നമ്മളെ മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമാണ് ഖണ്ഡകാവ്യം. പിന്നെ മലയവിലാസത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ആത്മകഥയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ കവിതാ സമാഹാരത്തെ ഒരു സങ്കീർത്തനം പോലെയൊക്കെ ഒരു കവിതാ സമാഹാരമാണ്. ഇനി അതുപോലെ തന്നെ ആത്മകഥകളൊന്നും പറഞ്ഞെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം ചോദിക്കും തകഴിയുടെ ആത്മകഥ. ആർക്കെങ്കിലും അറിയാമോ കുട്ടികളെ തകഴിയുടെ ആത്മകഥ? ആർക്കെങ്കിലും അറിയാമോ? എനിബഡി? തകഴിയുടെ ആത്മകഥ, VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ എല്ലാവർക്കും അറിയാലോ. ഏതാ? അടുക്കളയിൽ നിന്ന് അരങ്ങത്ത്. വെരി ഗുഡ്. അതുപോലെ തന്നെ തകഴിയുടെ ആത്മകഥ ഏതൊക്കെയാണ്? തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥ അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഓർമ്മയുടെ തീരങ്ങളിൽ നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ് കുട്ടികളെ? ഓർമ്മയുടെ അറകൾ ആരുടേതാണ്? ഓർമ്മയുടെ അറകളാണ് ഞാൻ പറഞ്ഞത്. ഓർമ്മയുടെ തീരങ്ങൾ തകഴി ശിവശങ്കര പിള്ളയുടെ. ഓർമ്മയുടെ അറകൾ ആരുടേതാണ്? ബഷീർ. വെരി ഗുഡ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ് ഓർമ്മയുടെ അറകൾ എന്ന് ചിന്തിച്ചാൽ മതി. അത് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഈ ആത്മകഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഇതൊന്നും ഒരുപാടുണ്ട് കേട്ടോ, ഇന്ന് നാളെ ഒന്നും പറഞ്ഞു നിൽക്കാൻ കഴിയത്തില്ല. അത്രത്തോളം കാര്യങ്ങളൊക്കെ ചിലപ്പം ചോദിക്കാം. പിന്നെ മാധവിക്കുട്ടിയുടെ ആത്മകഥ ചിലപ്പം ചോദിക്കാം. ഏതാ കുട്ടികളെ മാധവിക്കുട്ടിയുടെ ആത്മകഥ? കമലാ സുരയ്യയുടെ എന്താണ് അറിയാമോ? എന്റെ കഥ എന്റെ കഥയാണ്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാധവിക്കുട്ടിയുടെയാണ്, കമലാ സുരയ്യയുടെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തൂലികാനാമങ്ങളൊക്കെ എല്ലാം പഠിച്ചു വെച്ചോ നിങ്ങൾ? തൂലികാനാമങ്ങള് ഏതാണ് മാധവിക്കുട്ടിയുടെ ആത്മകഥ? എന്റെ കഥ.
എന്റെ കഥ. എന്റെ കഥയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കൃതികൾ പഠിച്ചു. പിന്നെ യാത്രാ വിവരണങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ഏതാണ്, പ്രധാനപ്പെട്ട യാത്രാ വിവരണം ഏതാണ്, കവിതാ സമാഹാരങ്ങളെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലാക്കി വെക്കേണ്ടതൊക്കെ നിങ്ങളുടെ കഴിവാണ്, എനിക്കറിയത്തില്ല. പിന്നെ വയലാർ അവാർഡിന്റെ പ്രധാനപ്പെട്ട വയലാർ അവാർഡ്, പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ പറഞ്ഞില്ലേ കുട്ടികളെ എഴുത്തച്ഛൻ. യെസ് മിസ് അലാഹയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞത് ഏതാ? അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുമ്പോൾ സാറാ ജോസഫിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. സാറാ ജോസഫിന് വയലാർ അവാർഡ് നേടിക്കൊടുത്തൊരു കൃതിയാണ് അലാഹയുടെ പെൺമക്കൾ. ചിലപ്പോ കൃതി ആരുടേതെന്ന് ചോദിക്കാം, ഇതിന്റെ വയലാർ അവാർഡ് വിന്നിംഗ് നേടിയ കൃതി ഏതെന്നും അങ്ങനെയും ചോദിക്കാം. അതുകൊണ്ടാണ് വയലാർ അവാർഡ് പ്രത്യേകിച്ച് പറഞ്ഞത്. അലാഹയുടെ പെൺമക്കൾ, സാറാ ജോസഫ്, ഇവർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. പിന്നെ ഉപ്പ്, ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. കയറ്, തകഴി ശങ്കരപിള്ളയ്ക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. ആദ്യമായിട്ട് അഗ്നിസാക്ഷിയാണ് ലളിതാംബിക അന്തർജനം. പിന്നെ നമ്മൾ ഈ ആത്മകഥകൾ, ഞാനിപ്പോ തിക്കൊടിയന്റെ ആത്മകഥ പറഞ്ഞതുകൊണ്ട് ആത്മകഥ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കവിതാ സമാഹാരങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കവിതാ സമാഹാരങ്ങൾ ഇപ്പോഴൊക്കെ അവാർഡൊക്കെ ചിലർക്കൊക്കെ നേടിക്കൊടുക്കുന്ന അവരുടെ എല്ലാ തരത്തിലുള്ള കവിതാ സമാഹാരങ്ങൾക്കാണ്. കവിതാ സമാഹാരങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. കഴിഞ്ഞ കാലം, കൊഴിഞ്ഞ, അങ്ങനെ ഒരുപാടുണ്ട്. കഴിഞ്ഞ കാലമൊക്കെ അറിയാമോ? KP കേശവമേനോൻ. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന ആൾ തന്നെയാണ് KP കേശവമേനോൻ. കഴിഞ്ഞ കാലം. പിന്നെ ചെറുകഥകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം കുട്ടികളെ. ചെറുകഥകള്, ചെറുകഥാ സാഹിത്യം. ഹലോ കുട്ടികളെ പറഞ്ഞോളൂ. ചെറുകഥകളൊക്കെ അറിയാമോ? ചെറുകഥകള് എന്താണ്? വാസനാവികൃതി, ആ ചെറുകഥ. ആദ്യത്തേത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചെറുകഥാകൃത്തുക്കളും ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞവരൊക്കെ തന്നെ ചെറുകഥകൾ എഴുതിയുള്ളവരാണ്. വീടും തടവും ആനന്ദന്റെ ചെറുകഥയാണ്. വീടും തടവും. എല്ലാന്നും പറഞ്ഞു നിൽക്കാനുള്ളതില്ല. ഓർമ്മയിൽ വന്നതും പറയാന്നുള്ളതുമാണ് പറഞ്ഞു പോകുന്നത്. ഒരുപാടുണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ ഇന്ന് നാളെ തീരത്തില്ല. അതുപോലെ തന്നെ VT ഭട്ടതിരിപ്പാടിന്റെ അറിയാലോ കുട്ടികളെ, എപ്പോഴും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പിന്നെ M മുകുന്ദന്റെ എല്ലാവർക്കും അറിയാലോ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ചിലപ്പം ചോദിക്കും. M മുകുന്ദൻ, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ അറിയാലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. ദൈവത്തിന്റെ വികൃതി അദ്ദേഹത്തിൻ്റെതാണ്. ദൈവത്തിന്റെ അറിയാമോ? ദൈവത്തിന്റെ വികൃതി എല്ലാവർക്കും അറിയാമോ? M മുകുന്ദൻ. അതുപോലെ തന്നെ കൂട്ടം തെറ്റി മേയുന്നവർ, കൂട്ടം തെറ്റി മേയുന്നവർ M മുകുന്ദന്റെ കൃതിയാണ്. ഉലയപ്പാട്ടൊക്കെ അതിൽപ്പെട്ടല്ലേ? അതിലെ അതെ 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 ആവിലായിലെ സൂര്യോദയം അതാണ്, അതിൽപ്പെട്ടതാണ്. എടാ അതുപോലെ തന്നെ ആർക്കെങ്കിലും അറിയാവോ? എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ക്ലാസ് ഞാൻ പരിചയപ്പെടുത്തിയതാണ്. ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചുകൊണ്ട് പോകണം. കാര്യം ഇദ്ദേഹത്തിനെ ചോദിക്കാതെ നിങ്ങൾക്കൊരു പരീക്ഷ ഇല്ലെന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്. SK പൊറ്റക്കാട്, ഞാൻ പറഞ്ഞു SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം. ബാലിദ്വീപ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ബാലിദ്വീപ് ഒരു യാത്രാ വിവരണമാണ്. SK. പിന്നെ കാപ്പിരികളുടെ നാട്. ശകലം പതുക്കെ പറയോ, ഒന്ന് എഴുതിയെടുക്കാൻ. എന്താണെന്നറിയോ ഇവിടെ സമയത്ത്. കുഴപ്പമില്ല പറഞ്ഞോളൂ. ഇവിടെ നിങ്ങളിൽ കുറെ നേരം മിണ്ടാതിരിക്കണോണ്ടാണ് ഞാൻ പിന്നെ സ്പീഡിന് പോണതേ. നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. SK പൊറ്റക്കാട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പറയാണ്. ഇതിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ യാത്രാ വിവരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നാടൻ പ്രേമം SK പൊറ്റക്കാടിന്റെ കൃതിയാണ്. പിന്നെ ബാലിദ്വീപ് SK പൊറ്റക്കാടിന്റെ യാത്രാ വിവരണമാണ്. യാത്രാ വിവരണം. ലണ്ടൻ ഡയറി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണ്. പിന്നെ കാപ്പിരികളുടെ നാട് കേട്ടിട്ടുണ്ടോ? കാപ്പിരികളുടെ നാട്ടിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. ഒരു ദേശത്തിന്റെ കഥ പറഞ്ഞായിരുന്നോ? ഇന്നലെ പറഞ്ഞെങ്കിൽ ഓക്കെ, പോട്ടെ. അപ്പൊ മലയാളത്തിലെ പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇനി കിട്ടുന്നതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക കുട്ടികളെ. ഒരുപാടുണ്ട്. ആനന്ദ്, പിന്നെ സാറാ ജോസഫ്, ലളിതാംബിക അന്തർജനം,
ഇവരുടെയൊക്കെ തന്നെ വേണ്ടപ്പെട്ട ചില കൃതികൾ പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയെ നോക്കാതെ ആരും പോവരുതേ. കാരണം അദ്ദേഹമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും. അദ്ദേഹത്തിന്റെ കൃതികൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. പിന്നെ പുതിയതായിട്ട് പുതിയ ചില പിന്നെ സാഹിത്യകാരന്മാരും കൃതികളും ഒക്കെ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനി വരുന്നത് കഥാപാത്രങ്ങളും കൃതികളും എല്ലാവർക്കും അറിയാലോ, ഏറെക്കുറെയൊക്കെ അറിഞ്ഞൂടെ നിങ്ങൾക്ക്? കഥാപാത്രങ്ങളും കൃതികളും എല്ലാരും പഠിച്ചോ? നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാണും. സിമ്പിൾ അല്ലേ, പഠിപ്പിച്ച് പോകാൻ എളുപ്പമാണ്. പറഞ്ഞു പോയാ പോരെ. ചെമ്പൻ കുഞ്ഞ്, കറുത്തമ്മ ഒക്കെ അറിഞ്ഞൂടെ? രവി, പപ്പു, അപ്പുക്കിളി എപ്പോഴും ചോദിക്കും. അപ്പുക്കിളി ഏത് കഥാപാത്രത്തിലെയാണ് കുട്ടികളെ? ഏത് കൃതിയിലെയാണ്? ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ അപ്പുക്കിളി എന്ന കഥാപാത്രം. ഒ വി വിജയനാണ് ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത്. ആ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഒന്ന് എഴുതി വെച്ചോണമേ, അപ്പുക്കിളി ചോദിക്കും. അത് PSCക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പുക്കിളി. നാലുകെട്ട് ആരുടെ കൃതിയാണ് കുട്ടികളെ? നാലുകെട്ട് MT വാസുദേവൻ നായർ. അപ്പൊ MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അപ്പുക്കിളി. അപ്പും കൂടെ തെറ്റിപ്പോലെ, അപ്പു എഴുതിക്കോണേ. MT വാസുദേവൻ നായരുടെ ഓൾറെഡി മരിച്ചു. എങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ആണ്. ഇനിയിപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും മേ ബി നേരത്തെ കുറിച്ച് വെച്ചിരുന്നെങ്കിൽ ചോദിച്ചത് തന്നെ, അല്ലാതെ വേറെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ കുട്ടികളെ അതുപോലെ തന്നെ തൂലികാ നാമങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? തൂലികാ നാമങ്ങള് ഹലോ പറയൂ. ഏറെക്കുറെ തൂലികാ നാമങ്ങൾ അറിയാവോ? ഹലോ കേൾക്കുന്നുണ്ടോ എന്തോ? കേൾക്കുന്നുണ്ട്. അറിയില്ലേ? ആർക്ക് ഈ തൂലികാ നാമങ്ങളൊന്നും പഠിപ്പിച്ചില്ലേ നിങ്ങളെ? അല്ല SK പൊറ്റക്കാട് അതൊക്കെ SK പൊറ്റക്കാട് അങ്ങനല്ലടാ ഞാൻ പറയണ തൂലികാ നാമങ്ങളാണ്. തൂലികാ നാമങ്ങളില്ലേ? നിങ്ങളാണ് എന്റെ അടുത്ത് പറഞ്ഞ ടീച്ചറെ നമ്മള് തൂലികാ നാമങ്ങളും അതല്ല, തൂലികാ നാമങ്ങൾ നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് കൃത്യമായിട്ട് പഠിച്ചെന്നാണ് നിങ്ങൾ പറഞ്ഞത്, സത്യമല്ലേ? ഇല്ല, ക്ലാസ് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു. ക്ലാസ് എന്താ പറഞ്ഞതരാ? റെക്കോർഡ് ക്ലാസ്സിൽ തൂലികാ നാമങ്ങൾ ഉണ്ട്, പക്ഷെ അത് പഠിച്ചിട്ടില്ല മൊത്തമായിട്ട്. അയ്യോ, തൂലികാ നാമങ്ങൾ പഠിക്കാതെ പോകരുത്. കാര്യം തൂലികാ നാമങ്ങളിന്റെ അകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന, ഒന്നും പഠിച്ചില്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഒരു കൊച്ചുങ്ങൾക്ക് പറഞ്ഞു വിട്ടു. അതുപോലെ ആശാമേനോൻ ചോദിക്കും 2 പ്രാവശ്യം. കാര്യം ഞാനും എഴുതിയിട്ടുള്ളതാണ് പണ്ടാ PSCക്ക്. അപ്പൊ അത് കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്താൽ അത് വന്നെന്നുള്ള സത്യം. ആശാമേനോൻ ഒന്ന് എഴുതിക്കോണേ. K ശ്രീകുമാർ. ആശാമേനോൻ ശ്രീകുമാർ. ഞാനായിട്ട് ഒരുപാട് തവണ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. ആശാമേനോൻ K ശ്രീകുമാർ കറക്റ്റ് നിരന്തരം ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചതിൽ നിന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾക്ക്. ആശാമേനോൻ K ശ്രീകുമാർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് കുറിച്ച് വെച്ചോണം. ആനന്ദ് ചോദിക്കും. ആനന്ദ് ആരാണ് കുട്ടികളെ? P സച്ചിദാനന്ദൻ. ഞാൻ ഏറ്റവും എളുപ്പപ്പെട്ടേക്കെ പറയുന്നുള്ളൂ, ഒരുപാടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കാതെ പോവരുത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അക്കിത്തം P സച്ചിദാനന്ദനാണ്. P സച്ചിദാനന്ദൻ. ആനന്ദ് P സച്ചിദാനന്ദൻ. ആശാമേനോൻ K ശ്രീകുമാർ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അത് എളുപ്പമല്ലേ? അക്കിത്തത്തിന് തെറ്റൂലായിരുന്നു. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അത് തന്നെയാണ് പേര്. പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് ഇല്ല. പിന്നെ വേറൊന്നും തെറ്റും. മീശാൻ ആരാണ് കുട്ടികളെ? മീശാൻ KS കൃഷ്ണപിള്ളയാണ്. KS കൃഷ്ണപിള്ള. കുട്ടികളെ നന്ദനാർ എഴുതി വെച്ചോണേ. നന്ദനാർ PC ഗോപാലൻ. നന്ദനാർ PC നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അവിടെ വെച്ച് തന്നെ പഠിച്ചിട്ട് പോകും. ബാക്കി പിന്നെ നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ്സിൽ കണ്ടോളൂ, അതിൽ തെറ്റില്ല. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അവിടെ വെച്ച് തന്നെ അങ്ങ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഇവിടെ ക്ലാസ് ഇരിക്കുന്നത് കൊണ്ട് പഠിച്ചങ്ങ് പോകും, മറക്കാതിരിക്കും.
നന്ദനാർ, PC ഗോപാലൻ. അത് ഇവിടെ വെച്ച് തന്നെ പഠിച്ചോളൂ കേട്ടോ. ഇന്ദുചൂടൻ എല്ലാവർക്കും അറിയാലോ. ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ, നീലകണ്ഠൻ. കേരളത്തിലെ പക്ഷികൾ എന്നുള്ള കൃതി അദ്ദേഹം എഴുതിയതാണ്. ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി എഴുതിയത് നമ്മുടെ ഈ ഇന്ദുചൂടനാണ്. ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ. കോഴിക്കോട് എന്നറിയപ്പെടുന്ന K അപ്പുക്കുട്ടൻ നായരാണ്. കോഴിക്കോടൻ K അപ്പുക്കുട്ടൻ നായർ. കോഴിക്കോടൻ K അപ്പുക്കുട്ടൻ നായർ. ഒരുപാടുണ്ട് കേട്ടോ കുട്ടികളെ. സുമംഗല ഉണ്ട്, ഒളപ്പമണ്ണ ഉണ്ട്, VKN ഉണ്ട്, വിനയൻ ഉണ്ട്, വിലാസിനി ഉണ്ട്. മാം ഞാനിപ്പോ ഇറങ്ങാം, തീരാറായി ക്ലാസ്. ഇപ്പൊ ഇറങ്ങാം. ഹലോ കുട്ടികളെ, ഇത്രയും എഴുതി വെച്ചായിരുന്നു കുട്ടികളെ? ഹലോ പറയൂ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഏകദേശം ഏറ്റവും വേണ്ടപ്പെട്ട ഒളപ്പമണ്ണ ഒളപ്പമണ്ണ പറയണോ? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട്. അതൊക്കെ സിമ്പിൾ ആണേ. ഇവിടെ നിങ്ങൾ ഈ ഒളപ്പമണ്ണയെന്ന് പ്രത്യേകിച്ച് പഠിച്ചു വയ്ക്കേണ്ട. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട് തന്നെ. പിന്നെ അക്കിത്വം പഠിച്ചു വയ്ക്കേണ്ട. അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്. അവരുടെ പേര് തന്നെ ഉണ്ട്, പഠിക്കണ്ട. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട് നമുക്ക് അറിയാം. പിന്നെ VKN വേണമെങ്കിൽ പഠിച്ചു വെച്ചോണം. വടക്കേ കൂട്ടാല നാരായണൻ നായർ. VKN, വടക്കേ കൂട്ടാല നാരായണൻ നായർ. അതൊക്കെ ചോദിക്കും. ഒളപ്പമണ്ണയൊക്കെ സിമ്പിൾ ആണ്. NN കക്കാട് അറിയാമോ കുട്ടികളെ? കക്കാട് അറിയാമോ? NN കക്കാട് കേട്ടിട്ടുണ്ടോ? NN കക്കാട് ജോർജ് വർഗീസ് അല്ല, K നാരായണൻ നമ്പൂതിരിയാണ്. NN കക്കാട്, NN കക്കാട് K നാരായണൻ നമ്പൂതിരി, ജോർജ് വർഗീസ് അല്ല. VKN ഒന്നുകൂടി പറയാമോ? VKN അല്ല ഞാൻ പറഞ്ഞത്. NN കക്കാട് പറഞ്ഞു. K നാരായണൻ നമ്പൂതിരി. K നാരായണൻ നമ്പൂതിരി. കുട്ടികളെ കാക്കനാടനാണ് ജോർജ് വർഗീസ്. കാക്കനാടൻ തെറ്റിപ്പോയില്ല, രണ്ടും കൂടെ തെറ്റിപ്പോടും. കക്കാട് K നാരായണൻ നമ്പൂതിരി. കാക്കനാടൻ ജോർജ് വർഗീസ്. ജോർജ് വർഗീസ്. കാക്കനാടൻ ജോർജ് വർഗീസ് ആണ്. ഇവിടെ VKN ഞാൻ പറഞ്ഞില്ലായിരുന്ന? വടക്കേ കൂട്ടാല നാരായണൻ നായർ. VKN, വടക്കേ കൂട്ടാല നാരായണൻ നായർ. ഇത് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ കുട്ടികളെ. തോപ്പിൽ ഫാസി ഉണ്ട്, ഭാസ്കരൻ പിള്ള. അദ്ദേഹമാണ് ഭാസ്കരൻ പിള്ള. തോപ്പിൽ ഫാസി. ചെറുകാടുണ്ട്. ചെറുകാട് അറിയാമോ ആരെങ്കിലും? C ഗോവിന്ദ പിഷാരടി. പൂർണ്ണമാ ചെറുകാട് ഗോവിന്ദ പിഷാരടി. അതൊന്നും പഠിച്ചിട്ടുണ്ട്. ഒളപ്പമണ്ണയൊക്കെ നമുക്ക് അറിയാന്നുള്ളതാണ്. അക്കിത്തം നമുക്കറിയാം, അച്യുതൻ നമ്പൂതിരി. അതിലൊന്നും പ്രത്യേകിച്ച് പഠിച്ചു വയ്ക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷെ ചിലതൊക്കെ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ളതാണ്. ഈ VKN ഒക്കെ ചിലർക്ക് കിട്ടത്തില്ല. വടക്കേ കൂട്ടാല നാരായണൻ നായർ. ബാക്കിയൊക്കെ നമുക്ക് എളുപ്പപ്പെടാം. അത് അങ്ങനെ നിസ്സാരപ്പെട്ടത് ചോദിക്കാനും ചാൻസ് കുറവാണ്. ഒരു എന്തെങ്കിലും ഒരു കോവിലനാണോ? കോവിലൻ VV അയ്യപ്പൻ. കോവിലൻ VV അയ്യപ്പൻ. അത് എക്സാമിന് ചോദിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കുട്ടികളെ? ഹലോ ഹലോ, കോവിലനെ കണ്ടിട്ടുണ്ടോ? ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. കോവിലൻ ചോദിച്ചിട്ടുണ്ട്. VV അയ്യപ്പൻ. കുട്ടികളെ തിക്കൊടിയൻ ആരാണ്? തിക്കൊടിയൻ P കുഞ്ഞനന്ദൻ നായർ. കുഞ്ഞനന്ദൻ നായർ. കോഴിക്കോടനാണ് K അപ്പുക്കുട്ടൻ നായർ. ഇവിടെ നന്ദനാരെ കേട്ടിട്ടുണ്ടോ? PC ഗോപാലൻ. നന്ദനാർ PC ഗോപാലൻ. PC ഗോപാലൻ. ഇടശ്ശേരി എല്ലാവർക്കും അറിയാലോ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഓക്കെ.
പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ഇനി മാധ്യമങ്ങളെ ഒന്ന് പഠിച്ചു വെച്ചോണമേ. മാധ്യമങ്ങൾ അറിയാമോ? മാധ്യമങ്ങൾ എനിക്ക് അടുത്തൊരു ക്ലാസ്സിൽ കയറാൻ സമയമായി. മാധ്യമങ്ങൾ വരാം കേട്ടോ കുട്ടികളെ. അറിയാലോ മാധ്യമങ്ങൾ, അറിഞ്ഞൂടെ? ഹലോ, മലയാളത്തിലെ പഴക്കം ചെന്ന മാസികകളും മാധ്യമങ്ങളും ഒക്കെ ചിലപ്പോ ജ്ഞാന നിക്ഷേപം പോലെയുള്ള പശ്ചിമധാരക അതൊക്കെ ചോദിക്കുക. ഇതിപ്പോ ഇവിടെ പഠിച്ചു വെച്ച വേറെ ഉപയോഗം കൂടെ ഉണ്ട്. കേറ്റിന്റെ സോഷ്യൽ സയൻസിന്റെ കൊച്ചുങ്ങൾ ഇരിക്കുകയാണെങ്കിൽ മലയാളത്തിന്റെ അകത്തുനിന്ന് അത് ചോദിക്കാം. മീൻസ് മലയാള മാധ്യമങ്ങളുണ്ടല്ലോ നമ്മളെ സോഷ്യൽ സയൻസിന്റെ കേരള ചരിത്രത്തിൽ നിന്ന്, അവിടെയും ചോദിക്കാം. ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു വെച്ചെന്ന് പറഞ്ഞ് തെറ്റുകളൊന്നും വരാൻ പോകുന്നില്ല, അങ്ങനെയും ചോദിക്കാം. പിന്നെ നമ്മുടെ കൃതികൾ ഞാൻ നേരത്തെ പറഞ്ഞ വയലാർ അവാർഡുകൾ ഉണ്ടല്ലോ. പിന്നെ കുട്ടികളെ ഈ ഫോക്ലോർ അവാർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫോക്ലോർ കൃതികളും അങ്ങനെയൊക്കെയുള്ള കുറെ ഉണ്ട്. ഞാൻ അവിടെ എവിടെയൊക്കെ കണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കൊലി, ഇപ്പോഴത്തെ സാഹിത്യ എന്താ പറയുന്നത്, അങ്ങനെ കുറച്ച് അവാർഡ് വിന്നേഴ്സാര്, പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2003 കിട്ടിയത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കേട്ടിട്ടുണ്ടല്ലോ കുട്ടികളെ? ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? മമ്മ ഞാനിപ്പൊ കയറാം. ഇതാ കയറുക. ഹലോ കുട്ടികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ എന്താ, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോയത്. നിങ്ങൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ എത്തിക്കാനുണ്ട്, നിങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും പറയാതൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അടുത്തൊരു ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ബാക്കിയും കൂടെ എത്തിച്ചേരാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന കൊണ്ടുവരാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ അതിന്റെ അകത്തുനിന്ന് ഏകദേശം എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനി ഗ്രാമർ പോഷൻ ഏകദേശം ഞാൻ പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങളായിട്ട് ചോദിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പെട്ടെന്ന് പറയണേ. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള എന്തെങ്കിലും സംഗതികളുണ്ടോ, വേണമെന്നുള്ളത് പറയൂ. ഹലോ, പറയൂ. ഇനി ഒന്നും ഇല്ലല്ലേ സംഗതി, എല്ലാം തീർന്നോ? പറയൂ കുട്ടികളെ. ഹലോ, ഇല്ലെന്ന് തോന്നുന്നു. എല്ലാ കാര്യവും കഴിഞ്ഞോ? ആ, പറഞ്ഞോളൂ. വിശേഷണങ്ങൾ ഓരോ കവികളെ പറ്റി നമ്മളിങ്ങനെ ഓരോ വിശേഷണങ്ങൾ പറയില്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു കവികളുടെ വിശേഷണങ്ങൾ. മനസ്സിലായി. ആ വിശേഷണങ്ങൾ കൊണ്ടുവരണം എന്നാണോ പറഞ്ഞിരിക്കണേ? മനസ്സിലായി. അതായത് ഓരോ കവികളെ കുറിച്ചുള്ള വിശേഷണങ്ങളും അവരുടെ കൃതികള് കഴിയുന്നിടത്തോളം കൊണ്ടുവരാം. ഇനിയിപ്പൊ നമുക്ക് ഏത് വരുമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയും. വിശേഷണങ്ങൾ കുഴപ്പമില്ല, കൊണ്ടുവരാൻ കഴിയും. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ വിശേഷണങ്ങൾ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ കുട്ടികളെ. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? നിർത്തട്ടെ ക്ലാസ്? ഞാൻ കേറാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാവേ. ഇനിയിപ്പോ ഒരു ക്ലാസ്സിലേക്ക് എനിക്ക് പോകേണ്ടത് അത്യാവശ്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും നിർത്തിയാണേ. ഓക്കെ, താങ്ക് യു.